നിയമമണ്ഡലത്തിൽ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതല്ല. അവിടെ വിജയിച്ചിരിക്കുന്നത് ശബരിനാഥൻ്റെ ബലിയിലാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ, ആനുകൂല്യം കൊടുത്തില്ലേ, സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ. ഈ നികുതി പണം എന്ന് പറയുന്ന ആരുടെ പണമാ? ജനങ്ങളുടെ പണമാണ്. എന്തോന്ന് നികുതി പണം? എടാ ഇത് കടം വാങ്ങിച്ച കാശോടോ മാപ്പറേ. സംസ്ഥാനത്തെമ്പാടും ഒരു UDF തരംഗമുണ്ടായതിൻ്റെ ഭാഗമായി തലസ്ഥാന ജില്ലയിലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന ചില മണ്ഡലങ്ങൾ നഷ്ടമാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി A. റഹീം MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സഖാവേ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ 13 സീറ്റാണ് ഇടതുപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5 സീറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് ചുരുങ്ങി 8 സീറ്റ് നഷ്ടമാവുകയും ചെയ്തു. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. ഇത് അടി തെറ്റിയുണ്ടോന്നല്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ആദ്യഘട്ട കൂടിയാലോചനകളിൽ നിന്ന് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ ചില മണ്ഡലങ്ങളിൽ കനത്ത തരത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഐക്യമുണ്ടായിരുന്നു എന്ന് വളരെ ക്ലിയറാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കേരളമാകെ ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമമണ്ഡലത്തിൽ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതല്ല. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അവിടെ വിജയിച്ചിരിക്കുന്നത് ശബരിനാഥൻ്റെ ബലിയിലാണ്. അത് വളരെ ക്ലിയർ ആയത് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. കഴിഞ്ഞ തവണ K. മുരളീധരൻ പിടിച്ച വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണ്. ആ കോൺഗ്രസിൻ്റെ വോട്ടിൽ സാരമായ കുറവ് ഉണ്ടാവുകയും എന്നാൽ അതേസമയം മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. വായും പൊളിച്ചിരുന്നാ മതി, അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. അത് വളരെ പ്രകടമാണ്. ഇല്ലെങ്കിൽ ആ മണ്ഡലം നമ്മൾ ജയിക്കേണ്ടതാണ്. ഒരു കാരണവശാലും രാജീവ് ജയിക്കേണ്ടതല്ല. അവിടെ LDF ശിവൻകുട്ടി ജയിക്കേണ്ടതാണ്. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. കഴക്കൂട്ടത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അധാർമികമായ ഒരു രാഷ്ട്രീയ നെറിയുമില്ലാത്ത ധാർമ്മികതയുമില്ലാത്ത നീക്കങ്ങൾ നടത്തിയാണ് സഖാവ് കടകംപള്ളിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതിന് ഒരു തരത്തിലും യുക്തിയില്ലാത്ത ഒട്ടേറെ നുണകൾ പ്രൊപ്പഗാൻഡ മിഷൻ വെച്ചിട്ട് ഇങ്ങനെ വ്യാപകമായി ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവര് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. അതിൽ വളരെ കൗതുകരമായൊരു കാര്യം, കേരളം കാണേണ്ട കാര്യം, ആ പ്രചരണത്തിൽ BJP ഒറ്റയ്ക്കായിരുന്നില്ല. കോൺഗ്രസും BJPയും ഒരുമിച്ചാണ് ആ എല്ലാ കള്ളക്കഥകളും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. കഴക്കൂട്ടത്തെ പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മതനിരപേക്ഷ വോട്ടുകൾ BJPക്കെതിരെ പോൾ ചെയ്യേണ്ട വോട്ടുകളെ കൃത്യമായി ഭിന്നിപ്പിച്ച് ആ വോട്ടുകൾ സമാഹരിക്കുന്നതിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രത്യേകമായി ഔത്സുഖ്യം കാണിച്ചത് കാണാൻ കഴിയും. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒരു ജോലിയായി മാത്രം ഞാൻ കാണുന്നില്ല. ഇതാണ് ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കും. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഞങ്ങളുടെ അടിത്തറ എവിടെയും അങ്ങനെ ചോർന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ മണ്ഡലത്തിലും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. നേമത്തുണ്ടായത് കോൺഗ്രസ് BJP ഡീൽ എന്ന വി ശിവൻകുട്ടി 24നോട്. BJP വലിയ രീതിയിൽ പണവും മദ്യവും ഒഴുക്കി. സ്വാഭാവികം. അവസാന നിമിഷം വരെ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഒരു പോരാട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? അതിനിപ്പോ പരിശോധിച്ച് നോക്കേണ്ടതാണ്. പരാജയം സംഭവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള നിലയിലായിരുന്നല്ലോ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. പക്ഷെ വോട്ടെണ്ണി വന്നപ്പോൾ പരാജയം സംഭവിച്ചു. പരാജയത്തെ അംഗീകരിക്കുന്നു, ജനവിധി മാനിക്കുന്നു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. സംസ്ഥാനത്ത് മുഴുവൻ കണ്ടതുപോലെ തന്നെ പാർട്ടിയിലെ പല കോട്ടകളിലും വിള്ളൽ വീഴുന്നിട്ടുണ്ട്. അതേപോലെ നിയമമണ്ഡലത്തിന്റെ അകത്തും LDFന്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഈ വോട്ട് കുറയാനുള്ള കാരണം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഈ BJPയും
UDF തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. അവരുടെ ആ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ അവർ രണ്ടുപേരും ഏക അഭിപ്രായമാണ് ഉള്ളത്. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുന്നു. ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും അധികം സമ്പത്ത് ഒഴുകിയ ഒരു മണ്ഡലം മണ്ഡലമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നിയമമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. മനസ്സിലാക്കി കളഞ്ഞല്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. മൂന്നാമത്തെ കാര്യം കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചപ്പോൾ 36,000 വോട്ട് കോൺഗ്രസിൽ പിടിച്ചത്. അത് ഇപ്പോൾ 29,000 വന്ന് നിൽക്കുകയാണ്. 7,000 വോട്ട് അവിടെ പോയി. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. 7,000 വോട്ട് അവർ അത് വളരെ ബുദ്ധിപൂർവ്വം വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ചില കോണുകളിൽ തീരുമാനമെടുത്ത് വോട്ട് മറിച്ചിട്ടുണ്ട്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. അതിനെ പരിശോധിക്കണം, അത് കണ്ടെത്തണം. ആശാൻ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഉടുമ്പൻചോലയിലും വലിയ തിരിച്ചടിയുണ്ടായത്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുറതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒരെണ്ണമാണ് തെരഞ്ഞെടുപ്പ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്തിയിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി ചിന്തിക്കാൻ കാരണം? മാറ്റി ചിന്തിക്കാൻ കാരണം ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. മുതലാളി, ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായോ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലാതെ അയ്യോ, കണ്ണും ചെവിയും പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ. ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം? പറ, ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. കാലങ്ങളായി 50 50 വർഷം 60 വർഷമായി ഞങ്ങളല്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ഞങ്ങളെ വിലയിരുത്തണ്ട. അത് വെറും അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെപ്പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാരുണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്ക് കരുതില്ല, നാറാൻ പോവുക നാട് മുഴുവൻ. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ? ആനുകൂല്യം കൊടുത്തില്ലേ? സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ? ഈ നികുതി പണം എന്ന് പറയുന്ന ആരുടെ പണമാ? ജനങ്ങളുടെ പണമാണ്. എന്തോന്ന് നികുതി പണം? എടോ, ഇത് കടം വാങ്ങിച്ച കാശോടോ മാപ്പറേ?